ഹിസ് മൈൻ പാർട്ട് 1. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇതാദി. ഞാനും ഇവനും 2 ഇയറായി പ്രണയത്തിലാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഭക്ഷണവുമായി മുറിയിലെത്തി അത് ടേബിളിൽ വെച്ച് കൊടുത്ത് തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവളോട് മഞ്ജിമ അത് പറഞ്ഞത്. ഒരു നിമിഷം എന്താ അവൾ പറയുന്നത് എന്ന് പോലും ആ പെണ്ണിന് മനസ്സിലായില്ല. ഇതൊക്കെ എന്തിനാ മേഡം എന്നോട് പറയുന്നത്? ആ AC മുറിയുടെ കുളിരിൽ വിറച്ചുകൊണ്ടവൾ ചോദിച്ചപ്പോൾ മഞ്ജിമ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ചിലവിൽ ഇവിടെ കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിക്കണം. കേട്ടല്ലോ? ആ, പിന്നെ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, നാളെ നീ ആദിയുടെ കൂടെ ഇവൻ്റെ നാട്ടിലേക്ക് പോകണം. വേലക്കാരിയായിട്ടല്ല, നീലേശ്വരം തറവാട്ടിലെ ആദിശേഷൻ്റെ ഭാര്യയായിട്ട്. മഞ്ജിമ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ആ പെണ്ണ് ഞെട്ടലോടെ അവർ ഇരുവരെയും നോക്കി. അപ്പോൾ ആ നിമിഷം വരെയും അവൻ്റെ മിഴികൾ അവളിലാണെന്ന് അപ്പോഴാണ് അവൾ കണ്ടതും. അത് കണ്ടപ്പോൾ പിടച്ചിലൂടെ അവൾ മിഴികൾ താഴ്ത്തിയപ്പോഴാണ് അവനും ബോധം വന്നത്. എന്തോ ഓർത്ത പോലെ അവൻ പിന്നെ അവളെ ശ്രദ്ധിക്കാതെ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അവൻ പോലും അറിയാതെ അവൻ്റെ മിഴികൾ അവളിലേക്ക് വന്ന് പതിയുന്നുണ്ടായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇനി പോകില്ല, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യില്ല എന്നെന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ എന്നെ നന്നായി അറിയാലോ നിനക്ക്. ജേക്കബിനെ വിളിച്ച് നിന്നെ കൊണ്ടുപോകാൻ പറയാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ദേഷ്യത്തോടെയുള്ള മഞ്ജിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ പെണ്ണിൻ്റെ ഉടൽ പോലും ഒന്ന് വിറച്ചു പോയി. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെയും ഒരു കടലിരമ്പുന്നത് കണക്കെ മനസ്സിലേക്ക് അലയടിച്ചു വന്നതും പേടിയോടെ അവൾ മഞ്ജിമയെ നോക്കി വേണ്ട എന്ന രീതിയിൽ തലയനക്കി. എന്നാൽ ആദ്യമാണെങ്കിൽ മഞ്ജിമ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവർ ഇരുവരെയും നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നവന് തോന്നി. അപ്പോൾ ഏഞ്ചൽ സാറ ജോർജ് എന്ത് തീരുമാനിച്ചു? നാളെ ഇവൻ്റെ കൂടെ പോകുന്നോ ഇല്ലയോ? സോഫയിൽ നിന്നും എഴുന്നേറ്റ് ബാഗിൽ നിന്നും കുറച്ച് നോട്ട് കെട്ടുകൾ എടുത്തുകൊണ്ട് മഞ്ജിമ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് സമ്മതമാണ്, പക്ഷേ എൻ്റെ ജാതി പ്രശ്നം. അവളൊന്ന് നിർത്തിക്കൊണ്ട് ആദിയെ നോക്കി. അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഇവൻ ഹാൻഡിൽ ചെയ്യും അല്ലേ ആദി? മഞ്ജിമ ആദിയെ നോക്കി ചോദിച്ചപ്പോൾ അവനൊന്ന് തലയാട്ടിക്കൊണ്ട് വീണ്ടും ഫോണിലേക്ക് നോക്കി. അപ്പോൾ റെഡിയായി നിന്നോ, നാളെ തന്നെ നിങ്ങൾ പോകണം. പോയിക്കോ. മഞ്ജിമ അത് പറഞ്ഞപ്പോൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ പതിയെ ആ മുറിയിൽ നിന്നും ഇറങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ അവൾക്ക് പിന്നിൽ ശക്തിയായി വാതിൽ അടയുന്ന ശബ്ദം കേട്ടപ്പോൾ സാറ ഒരു നിമിഷം അടഞ്ഞ വാതിലിലേക്ക് നോക്കി. ശേഷം നടന്നു നീങ്ങി. ആ വീടിൻ്റെ കിച്ചണിൻ്റെ ഒരു ഭാഗത്തായുള്ള ഒരു കുഞ്ഞു മുറിയിലേക്ക് സാറ കയറി ചെന്നു. ഒരു കുഞ്ഞു പാഴയും തലയണയും മാത്രമാണ് അവിടെ വസ്തുക്കൾ എന്ന് പറയാനുള്ളത് തന്നെ. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ടവൾ വേഗം തന്നെ അവിടെ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപത്തിന് മുന്നിൽ ചെന്ന് കൈ കോർത്ത് പിടിച്ചു. അപ്പോൾ മാത്രം ആ മാൻപേട മിഴികൾ നിറഞ്ഞൊഴുക്കി തുടങ്ങി. കർത്താവേ, അങ്ങയ്ക്കിനിയും ഈ ഉള്ളവളെ പരീക്ഷിച്ചു മതിയായില്ലേ? എന്തൊക്കെ സഹിച്ചാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്? മഞ്ജിമ മേഡത്തിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവം ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഇവിടെയില്ല. പക്ഷേ ഇപ്പോൾ ആരാ എന്താ എന്നൊന്നും അറിയാത്ത ഒരാളുടെ കൂടെ അയാളുടെ മിന്നിന് അവകാശിയായി. വയ്യ കർത്താവേ, എന്നെക്കൊണ്ട് വയ്യ. ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട പുണ്യമായ ഒരു കാര്യമല്ലേ വിവാഹം. പക്ഷേ എനിക്ക് മിന്നു തരാൻ പോണത് കേവലം ഒരു കരാറിൻ്റെ പുറത്തല്ലേ? അത് കഴിഞ്ഞാൽ ഞാൻ ആദി സാറിനെ മഞ്ജിമ മേഡത്തിന് വിട്ടുകൊടുക്കണ്ടേ? എന്താ ചെയ്യാനാ? മേഡം പറഞ്ഞതനുസരിച്ചില്ലേ എന്നെ ആ നീചൻ ജേക്കബിന് വിട്ടുകൊടുക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് തീരും എൻ്റെ ജീവിതം. നാളെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ കർത്താവേ. എനിക്ക് വയ്യ മറ്റൊരുത്തിയെ മനസ്സിലിട്ട് നടക്കുന്ന ഒരാൾക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ. കരഞ്ഞുകൊണ്ടവൾ അത്രയും പ്രാർത്ഥിച്ച ശേഷം നിലത്തെ പായ എടുത്ത് വിരിച്ച് തലയണയിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു. നാളെ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്തെന്നറിയാതെ. അന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റ് കൊണ്ടവൾ വേഗം തന്നെ ആ വീട്ടിലെ പണികളൊക്കെയും എടുത്തു തീർത്തു. തലേന്ന് രാത്രി ഓരോന്നും ആലോചിച്ച് തീരെ ഉറങ്ങാത്തത് കൊണ്ട് അവൾക്ക് അതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു. എങ്കിലും മഞ്ജിമയുടെ വഴക്ക് പേടിച്ചു കൊണ്ടവൾ എങ്ങനെയൊക്കെയോ എല്ലാം ചെയ്തു തുടങ്ങി. പക്ഷെ ആ സമയം അത്രയും അവൾ ആദിയെയോ മഞ്ജിമയെയോ കണ്ടതേ ഇല്ലായിരുന്നു. ഒടുക്കം എല്ലാം കഴിഞ്ഞ് സാറ കുളിക്കാൻ വേണ്ടി അവളുടെ മുറിയിൽ പോകാൻ ഒരുങ്ങവേ മഞ്ജിമ അവളെ വിളിച്ച് അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. കരാറിൻ്റെ പുറത്താണെങ്കിൽ പോലും ആദിയുടെ ഭാര്യ പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് ഒരു നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങി. ഇതിൽ നിന്ന് വൈറ്റ് കളർ ഗൗൺ നീ ഇപ്പോൾ ഇടണം. പരിഹാസത്തോടെയുള്ള മഞ്ജിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാറ ആ കവറിൽ പിടിമുറുക്കി. ശരി മേഡം. നിറഞ്ഞ തൂവിയ മിഴികൾ നിലത്തേക്ക് പതിപ്പിച്ചുകൊണ്ടവൾ പറഞ്ഞു നിർത്തിയപ്പോൾ മഞ്ജിമ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. ഇന്നലെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാ കർത്താവേ,
എന്നിട്ടും നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല അല്ലേ? ഇനിയെല്ലാം വിധി പോലെ വരട്ടെ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ ഫ്രഷ് ആവാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങി ആ കുഞ്ഞു മുറിയിലെ പൊട്ടിയ കണ്ണാടിയിൽ സാറ അവളെ ആകമാനം ഒന്ന് നോക്കി. ആ ഫുൾ സ്ലീവ് ഗൗണിൽ ശരിക്കും അവളൊരു മാലാഖയെ പോലെ തോന്നിച്ചു. ഒരു മേക്കപ്പും ചെയ്യാതെ കത്തിജ്വലിച്ച് നിൽക്കുന്ന തൻ്റെ സൗന്ദര്യത്തോടെ വെറുപ്പോടെ അവൾ നോക്കി. കാരണം ആ സൗന്ദര്യം, അതൊന്നുകൊണ്ട് മാത്രം അവൾ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും അത്രത്തോളമായിരുന്നു. ഒരു ചമയവുമില്ലാതെ, തൻ്റേതെന്ന് പറയാൻ ഒന്നും എടുക്കാൻ പോലുമില്ലാതെ മഞ്ജിമ കൊടുത്ത കവറും കയ്യിൽ പിടിച്ചുകൊണ്ടവൾ പതിയെ മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് എത്തിയപ്പോൾ കാണുന്നത് പുറത്ത് കാറിലേക്ക് ചാരി നിൽക്കുന്ന ആദിയുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഞ്ജിമയെയാണ്. എന്തിനെന്നില്ലാതെ ആ കാഴ്ച അവളിൽ വേദന നിറച്ചെങ്കിലും ഇനി ഇത് ഓർത്തുകൊണ്ട് വേണം മുന്നോട്ടുള്ള യാത്ര എന്ന ഓർമ്മയിൽ ആ കാഴ്ച അവൾ തൻ്റെ മിഴികളിൽ ആവാഹിച്ചു. ആഹാ, കറക്റ്റ് ടൈമിൽ തന്നെ വന്നുവല്ലോ. ദാ, ഈ ക്യാഷ് നിനക്കുള്ളതാ. ഒന്നുമില്ലെങ്കിലും ഈ കരാറിന് നീ സമ്മതിച്ചതല്ലേ? കയ്യിലെ നോട്ടുകെട്ടുകൾ സാറയുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് മഞ്ജിമ പറഞ്ഞു. ശേഷം ആദിക്കരികിലേക്ക് നടന്നുകൊണ്ടവൾ അവനെ ഒന്ന് പുണർന്ന് അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ആ കാഴ്ച കണ്ടപ്പോൾ സാറ അപ്പോൾ തന്നെ വേദനയോടെ മുഖം താഴ്ത്തി കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ മഞ്ജിമയോട് ബൈ പറഞ്ഞ ശേഷം ആദി കാറിലേക്ക് കയറി. അവരുടെ കാർ നീലേശ്വരം ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. ആരാണ് നീ? എന്നും എൻ്റെ സ്വപ്നത്തിൽ നീ വരുന്നത് എന്തിനാണ്? ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുന്നിലെ മിററിൽ കൂടെ ഒട്ടും ഭയമില്ലാതെ ഗൗരവത്തോടെയുള്ള ആദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാറ പകച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു.